ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബിലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ എന്താണ് ഞാൻ കാണിക്കുന്നത് എന്ന് നോക്കാം. എൻ്റെ ബ്രദറ് ചൂണ്ടയിടാൻ പോയിട്ട് കിട്ടിയ മീനെയാണ് ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത്. കാണാം, ഇതാണ്. ഒത്തിരി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് ഇതിൻ്റെ അകത്തേക്ക് കൊടഞ്ഞിടാം. കണ്ടോ, ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. അതിൽ കൂരിയുണ്ട്, കണ്ടോ, കൂരിയുണ്ട് ഇതിൽ. പിന്നെ ഉള്ളത് കൂരി താഴേക്ക് ചാടുവാണ്. പിന്നെ ഉള്ളത് കണ്ടോ, ഇതേപോലത്തെ ഒരു 5-6 ഉണ്ട്. ഇതാണ് പരൽ, വലിയ പരൽ, കായലിലൊക്കെ ഉണ്ടാകുന്ന പരലാണ് ഇത്. പിന്നെ നമുക്ക് കാണേണ്ടത് നച്ചിറ. ഇത് കണ്ടോ, ഭയങ്കര പാടാണ്. ഇത് തേച്ച് വെളുപ്പിച്ച് വെട്ടി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണിത്. നച്ചിറ ഇതൊക്കെ ഒത്തിരി ഇടയ്ക്ക് കിട്ടാറുണ്ട്. അവന് സമയം കിട്ടുമ്പോഴൊക്കെ ചൂണ്ടയിടാൻ പോകും, അതനുസരിച്ച് മീനും കിട്ടാറുണ്ട്. അപ്പോൾ ഈ നച്ചിറ എന്ന മീൻ ഒത്തിരി ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. കണ്ടോ, ഇതാണ് നച്ചിറ മീൻ. നച്ചിറ മീൻ, ഇതാണ് നച്ചിറ മീൻ. കണ്ടോ, നച്ചിറ. ഇത് ഒരു 5-8 ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നച്ചിറ മീൻ. ഇത് നച്ചിറ മീൻ. ഈ നച്ചിറ മീൻ വെട്ടിയെടുക്കണം. അത് നമുക്ക് മീൻ വെട്ടുന്ന കത്രിക ആയിരിക്കണം. ഇതൊക്കെ ഭയങ്കര വലിയ മുള്ളാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണും. കാണാത്ത ആൾക്കാരും ഉണ്ടാവില്ല എങ്കിലും. ഇത് കണ്ടോ മീൻ. ഇതിന് ജീവനോട് കിട്ടുമ്പോൾ കിടന്ന് പിടക്കുന്ന കാണണം കാഴ്ച. എന്നിട്ട് ഇത് ഞാനൊന്ന് വെട്ടട്ടെ കേട്ടോ. വെട്ടുന്നത് എങ്ങനെയെന്ന് കാട്ടിത്തരാം. എൻ്റെ മീൻ വെട്ടുന്ന കത്രിക മൂർച്ച് പോയി. അപ്പോൾ ഇത് പെട്ടെന്ന് ഇത്ര മീൻ കിട്ടിയപ്പോൾ ഞാനിത് കാണിക്കാൻ വിചാരിച്ചാണ്. അപ്പോൾ ഈ മീൻ വെട്ടുന്നത് ഈ കത്രിക ഉപയോഗിച്ചാണ്. പക്ഷേ എൻ്റെ കയ്യിൽ കത്രികയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കത്തി വെച്ചാൽ വെട്ടുന്നത്. ഇതാദ്യം മുള്ള് കളയുക. ഇങ്ങനെ ഈ മുള്ളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെത്തി കളയുക. ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ എല്ലാം ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ പരലും എടുക്കുക. പരലും ഇങ്ങനെ വെട്ടുക. ഇത് അപ്പോൾ പരലും നച്ചിറയും കൂടെ ഒരുമിച്ചൊന്നും കറി വെക്കത്തില്ലല്ലോ. അപ്പോൾ ഞാനിതൊന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ നച്ചിറ ഒന്ന് വെട്ടി ഒന്ന് തേക്കാം കേട്ടോ. എന്നിട്ട് ഈ നച്ചിറ ഒന്ന് തേച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് തേച്ച് എടുത്തിട്ട് തേക്കുവാണ്. തേച്ച് നമ്മൾക്ക് ഇത് ഒന്ന് ശരിയാക്കുന്നത് ഉണ്ടോ. തേച്ച് നമ്മൾ ഇത് എടുക്കണം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് കഴുകുക. അതിൻ്റെ കഴുകി ഇത് കണ്ടോ, നല്ല ക്ലീനായില്ലേ. നമ്മൾ വിചാരിച്ചു ആ നച്ചിറ മീൻ എങ്ങനെ അത് വെളുപ്പിക്കും, എങ്ങനെ മുറിച്ചെടുക്കും എന്ന്. ഞാനത് മുറിച്ച് ഈ കത്തി കൊണ്ട് തന്നെ ശരിക്കും ബലമായിട്ട് തന്നെ മുറിക്കണം. അത് നിങ്ങളിപ്പോൾ കണ്ടു കാണില്ലായിരിക്കാം, എങ്കിലും ഞാനത് ശരിക്കും നന്നായിട്ട് ഒന്ന് അറുത്ത് മുറിച്ച് എടുത്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ തല അങ്ങോട്ട് വലിക്കണം. കത്രിക ഇല്ല എങ്കിൽ നമുക്ക് കത്തിയാണ് എങ്കിൽ നമ്മൾ ഇതങ്ങോട്ട് എടുത്ത് ഞാനങ്ങോട്ട് എടുക്കുക പറഞ്ഞങ്ങോട്ട് പറിച്ചങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ അതങ്ങോട്ട് ഇത് കളഞ്ഞ് നമ്മൾ ഇത് അങ്ങോട്ട് കളയുക. എന്നിട്ട് നമ്മൾ ഇതെല്ലാം നീറ്റാക്കുക. ഇതെല്ലാം കുടലെല്ലാം എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതെന്താ ചെയ്യേണ്ടത്? വറുക്കുന്ന ആൾക്കാർക്ക് വറുക്കാം, പൊരിക്കുന്ന ആൾക്കാർക്ക് പൊരിച്ച്. വറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിക്കുക അതൊക്കെ ഒന്നാണ്. എങ്കിലും പൊരിക്കുന്ന ആൾക്കാർക്ക് ഇത് പൊരിച്ചെടുക്കാം. ഇതല്ല എങ്കിൽ നല്ല മുളക് ചാറ് വെച്ച് ഇത് കറി വെക്കാം. അതല്ല എങ്കിൽ മുളകും മല്ലിയും വറുത്തരച്ച് നന്നായിട്ട് ഇത് കറി വെക്കാം. കറി വെച്ചിട്ട് ഞാനങ്ങാട് വെളിച്ചങ്ങാട് അടിക്കും. അപ്പോൾ നച്ചിറിനെ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നച്ചിറ. അപ്പോൾ ഇത്രയും മീനുകൾ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ നച്ചിറ കണ്ടോ, ഈ മീൻ ഇത്രയും മീനുകൾ ഉണ്ട്. ഈ നച്ചിറ മീനൊക്കെ ഉണ്ടല്ലോ, ഉണ്ടോ, പരൽ മീൻ, നച്ചിറ ഇത്. ഓക്കെ, ഈ ചാനലിൽ നിങ്ങൾ കാണണം, മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഈ ചൂണ്ടയിടുന്ന വിധം, ഇതിനെ കിട്ടുന്ന വിധം, ചൂണ്ടയിടുന്നത് നമ്മളുടെ ഒരിക്കൽ കൂടി പറയാം, മഞ്ഞളും മൈദയും കൂടി
നന്നായിട്ട് കുഴച്ച് ഉരുട്ടി എടുത്തിട്ട് ആ ചുണ്ടിൽ കൊളുത്തി അങ്ങായിട്ട് ഇടുക. അപ്പോൾ ഇവനങ്ങാട് കൊളത്തി കെടുക്കിടാന്ന് പറഞ്ഞ് പിടച്ച് അവൻ ആ ചൂണ്ടയിൽ കുരുങ്ങി മുകളിലേക്ക് പോരും. നമ്മൾ അത് കൊണ്ടുവന്ന് ചട്ടിക്കകത്താക്കും. പിന്നെ നമ്മളെന്താ ചെയ്യുന്നത്, അവനങ്ങാട് വെട്ടി നുറുക്കി നമ്മളങ്ങോട്ട് സാപ്പിടും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ യൂട്യൂബ് ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ ഇനി അടുത്തത് ഈ ജീവനോട് കിട്ടുന്ന ഒരു മീനുണ്ടല്ലോ, അതിനെ ചൂണ്ടയിടുന്ന വിധം ഞാൻ കാട്ടിത്തരാം. ഓക്കെ, ബൈ. ഓക്കെ, അടുത്ത വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ.